നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി മിഡിൽ ടവർ ആരംഭിക്കുന്നു. ജീവിത നിലവാര സൂചികയിൽ ഖത്തറിന് മുന്നേറ്റം. ഓൺലൈൻ ഡാറ്റാബേസ് സ്ഥാപനമായ നമ്പയോ തയ്യാറാക്കിയ പട്ടികയിൽ 2 സ്ഥാനം മെച്ചപ്പെടുത്തി ഖത്തർ 17ാം സ്ഥാനത്തെത്തി. ഏഷ്യയിൽ ഖത്തർ 3ാം സ്ഥാനത്തുണ്ട്. വിവിധ ജീവിത നിലവാര സൂചികകളെ അടിസ്ഥാനമാക്കിയാണ് നമ്പയോ പട്ടിക തയ്യാറാക്കിയത്. 182.9 പോയിന്റ് സ്വന്തമാക്കിയാണ് ഖത്തർ 17ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ വർഷം 169.77 പോയിന്റും 19ാം സ്ഥാനവുമാണ് ഉണ്ടായിരുന്നത്. പർച്ചേസിംഗ് പവർ, മലിനീകരണം, താമസച്ചെലവ്, ജീവിതച്ചെലവ്, സുരക്ഷ, ആരോഗ്യമേഖലയുടെ ഗുണനിലവാരം, കാലാവസ്ഥ, യാത്രാ സൗകര്യം തുടങ്ങിയവയായിരുന്നു പ്രധാന മാനദണ്ഡങ്ങൾ. ലക്സംബർഗാണ് പട്ടികയിൽ ഒന്നാമത്. നെതർലൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് 2-3 സ്ഥാനത്ത്. ഏഷ്യയിൽ ഒമാനും ജപ്പാനുമാണ് ഖത്തറിന് മുന്നിലുള്ളത്. അതേസമയം ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഇറ്റലി, അയർലൻഡ്, സ്പെയിൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പട്ടിക പ്രകാരം ജീവിത നിലവാരത്തിൽ ഖത്തറിനേക്കാൾ പിന്നിലാണ്. മീഡിയ 1 ദോഹ. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിൽ അവാർഡുകൾ വാരിക്കൂട്ടി ഖത്തറിന്റെ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. റോഡ്സ് പ്രൊജക്ട്സ് വിഭാഗത്തിൽ 10 ഇന്റർനാഷണൽ സേഫ്റ്റി അവാർഡുകളാണ് അഷ്ഗാലിനെ തേടിയെത്തിയത്. ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന റോഡ് നിർമ്മാണം അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് പുരസ്കാരത്തിന് അർഹമായത്. റോഡ് നിർമ്മാണങ്ങളിലെ സുരക്ഷ, തൊഴിലാളി ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ പദ്ധതി എന്നിവ ഉൾപ്പെടെ പരിഗണിച്ചാണ് ബ്രിട്ടീഷ് കൗൺസിൽ പുരസ്കാര പ്രഖ്യാപനം. തുടർച്ചയായി 5ാം വർഷമാണ് അഷ്ഗാലിന് ഇന്റർനാഷണൽ സേഫ്റ്റി പുരസ്കാരം ലഭിക്കുന്നത്. തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയുള്ള അഷ്ഗാലിന്റെ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് തുടർച്ചയായ അവാർഡ് നേട്ടങ്ങളെന്ന് അഷ്ഗാൽ റോഡ് പ്രോജക്ട്സ് വിഭാഗം മാനേജർ എഞ്ചിനീയർ സൗദ് അൽ തമീമി പറഞ്ഞു. 2020-ൽ 3ഉം 2021-ൽ 4ഉം 2022-ൽ 9ഉം 2023-ൽ 8ഉം പുരസ്കാരങ്ങൾ അഷ്ഗാലിനെ തേടിയെത്തിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത, ജീവനക്കാരുടെ സുരക്ഷ, നിർമ്മാണങ്ങളുടെ ഗുണനിലവാരം എന്നിവയും മാനദണ്ഡമായിരുന്നു. മീഡിയ 1 ദോഹ. അനധികൃത സേവനം നടത്തുന്ന ഓൺലൈൻ ടാക്സികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഖത്തർ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഖത്തർ ഗതാഗത മന്ത്രാലയം ലൈസൻസ് അനുവദിച്ച ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് മാത്രമേ രാജ്യത്ത് സേവനം അനുവദിക്കുകയുള്ളൂ എന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഊബർ, കർവ, ക്യൂ ഡ്രൈവ്, ബദർ, ആബർ, സൂം റൈഡ്, റൈഡി എന്നീ കമ്പനികൾക്ക് മാത്രമാണ് ഖത്തർ ഗതാഗത മന്ത്രാലയം ഓൺലൈൻ ടാക്സി സേവനം നടത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ നിയമവിരുദ്ധമായി ചില കമ്പനികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി ഓൺലൈൻ ടാക്സി സേവനത്തിന് ശ്രമിക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗതാഗത മന്ത്രാലയം അറിയിച്ചു. UAEയിൽ ഇലക്ട്രിക് കാറുകൾക്കായി ഈ വർഷം 100 റീചാർജിംഗ് സ്റ്റേഷനുകൾ കൂടി വരുന്നു. 6 വർഷത്തിനകം EV സ്റ്റേഷനുകളുടെ എണ്ണം 1000-ആയി വർദ്ധിക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. 2050-നകം UAEയിലെ പകുതി വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിന്റെ മുന്നോടിയായാണ് രാജ്യത്തെ റീചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. UAEയിലെ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് കെട്ടിടങ്ങളിൽ EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ഊർജ്ജ മന്ത്രാലയവും എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടും കൈകോർക്കും. കാർബൺ വികിരണം കുറയ്ക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. രാജ്യത്തുടനീളം ഇതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുമെന്ന് ഊർജ്ജകാര്യ അണ്ടർ സെക്രട്ടറി ഷെരീഫ് അൽ ഉലമ പറഞ്ഞു. ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയിൽ മിഡിൽ ഈസ്റ്റിൽ 2ാം സ്ഥാനത്താണ് UAE. കഴിഞ്ഞ വർഷം നടന്ന മൊത്തം കാർ വിൽപ്പനയിൽ 13% ഇലക്ട്രിക് കാറുകളായിരുന്നു. മീഡിയ 1 അബുദാബി. ഗൾഫിലെ പൊള്ളുന്ന ചൂടിൽ തൊഴിലാളികൾക്ക് ആശ്വാസമാണ് ഉച്ചസമയത്തെ വിശ്രമം. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉച്ചസമയത്ത് പുറം ജോലികൾ ചെയ്യിക്കുന്നതിന് നിരോധനമുണ്ട്. ചൂട് ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് വിശ്രമം അനുവദിച്ചിരിക്കുന്നത്. ഖത്തറിൽ ഇപ്പോൾ സമയം രാവിലെ 8 മണി. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയിരിക്കുന്നു. ഉച്ചയോടെ ഇത് 50 ഡിഗ്രിക്ക് തൊട്ടടുത്തെത്തും. ഈ കനത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനാണ് തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം നിർബന്ധമാക്കിയിരിക്കുന്നത്. ജൂൺ 1 മുതലാണ് നിർമ്മാണ മേഖല അടക്കമുള്ള പുറം ജോലികളിൽ ഉച്ചവിശ്രമം നിർബന്ധമാക്കിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യിക്കരുത്. ഈ സമയത്ത് വിശ്രമിക്കാൻ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ സൗകര്യവും ഒരുക്കണം. കനത്ത ചൂടിൽ ഉച്ചവിശ്രമ നിയമം അനുഗ്രഹമാണെന്ന് തൊഴിലാളികൾ പറയുന്നു.
ചൂട് പ്രയാസമുള്ളതല്ലേ, നമുക്ക് അതനുസരിച്ച് കമ്പനി നമുക്ക് റെസ്റ്റ് തരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പണി ചെയ്യുന്നു. 10 മണിക്ക് ശേഷം സ്റ്റോപ്പായി, പിന്നെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. कंपनी से हमको कोई दिक्कत नहीं है। सुबह 3 बजे से शाम को सुबह दोपहर 9 साढ़े 9 बजे तक ड्यूटी क्लोज हो जाता है। हमको रेस्ट मिलता है, पानी मिलता है, कंपनी से कोई दिक्कत नहीं है। फिर शाम को 3:30 से मेरा वर्क चालू होता है और सब कुछ अच्छा है, हमको कोई दिक्कत कंपनी से नहीं है, सब वेरी गुड। ड्यूटी अच्छा है क्योंकि अभी गर्मी का टाइम ज़्यादा है ना, इसलिए 3 बजे से ड्यूटी अच्छा है, बीच में रेस्ट है। गर्मी है ऐसा तो कभी कम ज़्यादा होता रहता है, पर ड्यूटी अच्छा है। വൈകുന്നേരങ്ങളിൽ ഹ്യൂമിഡിറ്റിയും കൂടും. അതിനാൽ രാത്രിയിൽ പരമാവധി തൊഴിൽ സമയം കണ്ടെത്തുകയാണ് കമ്പനികൾ. ചൂട് കൂടുന്ന സമയങ്ങളിൽ ജൂൺ മുതൽ സെപ്റ്റംബർ 30 വരെ രാവിലെ 10 AM മുതൽ 3:30 PM വരെയാണ് ഇവിടെ ഔട്ട്ഡോർ വർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്. ആ സമയങ്ങളിൽ നമ്മൾ പല ഷിഫ്റ്റ് ബേസ്ഡ് ഷെഡ്യൂൾ വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ വിശ്രമ ഇടവേളകൾ, അതുപോലെ തന്നെ വെള്ളം, അതുപോലെ എയർ കണ്ടീഷൻ ഷെൽട്ടേഴ്സുകൾ, എയർ കണ്ടീഷൻ വിശ്രമ സ്ഥലങ്ങൾ എന്നിവ കമ്പനി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. തൊഴിലാളികൾക്ക് ഈ സമയത്ത് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റിംഗ് ഏരിയകളുണ്ട്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ബ്രേക്ക് ഉണ്ട്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് 10 മണി മുതൽ 3 മണി വരെ എക്സ്റ്റേണൽ വർക്കുകളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. മിനിസ്റ്ററിയും നിരീക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനിയുടെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും അത് നിരീക്ഷിക്കുന്നുണ്ട്. ഉച്ചവിശ്രമ നിയമം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട്. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കനത്ത പിഴ ചുമത്തും. ഖത്തറിൽ സെപ്റ്റംബർ 15 വരെയാണ് ഈ നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വേനൽക്കാലത്ത് കനത്ത ചൂടാണ് കേരളത്തിലും അനുഭവപ്പെട്ടത്. വരുംകാലങ്ങളിൽ ഇത്തരം ഉച്ചവിശ്രമ പദ്ധതികൾ കേരളത്തിലും നടപ്പാക്കേണ്ടി വരും. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1. തീപിടുത്തം ഒഴിവാക്കാൻ അബുദാബി സിവിൽ ഡിഫൻസിന്റെ ബോധവൽക്കരണ പരിപാടി. വേനൽക്കാല സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന മുദ്രാവാക്യവുമായാണ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് തീപിടുത്തങ്ങളും അപകടങ്ങളും വർദ്ധിക്കുന്ന പ്രവണത കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് അബുദാബി സിവിൽ ഡിഫൻസിന്റെ ബോധവൽക്കരണം. വാഹനങ്ങൾ വേനൽക്കാലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയും ടയർ മാറ്റിയും സുരക്ഷിതമാക്കാൻ വാഹന ഉടമകൾക്ക് ക്യാമ്പയിനിൽ നിർദ്ദേശം നൽകുന്നു. തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാനും സിവിൽ ഡിഫൻസ് നിർദ്ദേശിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ മാത്രമല്ല വീടുകളിലും തൊഴിലിടങ്ങളിലും തീപിടുത്തം ഒഴിവാക്കാനായി ജാഗ്രത വേണം. തീപിടുത്തമുണ്ടായാൽ നടത്തേണ്ട പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും അഗ്നിശമന രീതികളെക്കുറിച്ചും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് പരിശീലനം നൽകും. മീഡിയ 1 അബുദാബി. കുവൈത്തിൽ രേഖകളില്ലാത്ത പണം പിടികൂടി. ഹവല്ലി ഗവർണറേറ്റ് സെക്യൂരിറ്റി ഡയറക്ടറേറ്റാണ് അറബ് പൗരനെ പണവുമായി പിടികൂടിയത്. പണത്തിന്റെ സ്രോതസ് ആവശ്യപ്പെട്ടപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതിയെ ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറി. വിദേശങ്ങളിൽ നടക്കുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കുള്ള ധനസമാഹരണം ഒമാൻ നിരോധിച്ചു. കച്ചവടം ലക്ഷ്യമാക്കി അവയവം മാറ്റിവെക്കലിനുള്ള സംഭാവനകൾ ചാരിറ്റബിൾ ഗ്രൂപ്പുകൾ പരസ്യപ്പെടുത്തുന്നതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഒമാനിൽ നടക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും നിയമവിരുദ്ധമായ അവയവമാറ്റത്തിനായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിലെ അവയവദാന വിഭാഗം മേധാവി ഡോക്ടർ അൽ ജഹ്ദാമി പറഞ്ഞു. അത്തരം നടപടിക്രമങ്ങൾ പലപ്പോഴും നിയമപരവും ധാർമ്മികവുമായ ചട്ടക്കൂടുകൾക്ക് പുറത്താണ്. ഇത് മനുഷ്യക്കടത്തിലേക്കും അവയവക്കടത്തിലേക്കും എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ജഹ്ദാമി പറഞ്ഞു. അവയവം മാറ്റിവെക്കൽ ചട്ടങ്ങളുടെ 6-ാം അധ്യായത്തിലെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് മനുഷ്യ അവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും വിൽപ്പനയുടെയും വാങ്ങലിന്റെയും പരസ്യവും ഒമാനിൽ നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഒമാനി പീനൽ കോഡ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കർശനമായ പിഴകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയായ WIPOയുടെ പുരസ്കാരം കുവൈത്തിലെ സാറ അബു അർജീബിന്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ട്യൂമറുകളും സെറിബ്രൽ ഹെമറേജും നേരത്തെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട അബു അർജീബിന്റെ കണ്ടുപിടുത്തമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. നവീന ആശയങ്ങളെയും ഗവേഷകരെയും പ്രോത്സാഹിപ്പിക്കുന്ന UN ഏജൻസിയാണ് WIPO. ശിശു സംരക്ഷണത്തിന് UN-ന്റെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് കുവൈത്ത് അധികൃതർ യുനിസെഫ് പ്രതിനിധിയുമായി ചർച്ച നടത്തി. കുവൈത്ത് സാമൂഹികകാര്യ മന്ത്രി ഡോക്ടർ അംതൽ അൽ ഹുവൈലയും ഗൾഫ് മേഖല യുനിസെഫ് പ്രതിനിധി എൽ തയേബ് ആദവുമാണ് കൂടിക്കാഴ്ച നടത്തിയത്. യുനിസെഫ് പ്രോഗ്രാം സ്പെഷ്യലിസ്റ്റ് നൂർ അൽ ഹുവൈദയും യോഗത്തിൽ പങ്കെടുത്തു.
ഗൾഫ് മേഖലയിൽ നിന്നുള്ള യാത്രക്കാരുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം ആവശ്യമാണെന്നും പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ICF ഖത്തർ ജനകീയ സദസ്സ് ആവശ്യപ്പെട്ടു. അന്യായമായ ടിക്കറ്റ് നിരക്ക് വർധന, വിമാനം റദ്ദാക്കൽ തുടങ്ങിയ പ്രവാസികൾ നേരിടുന്ന യാത്രാ പ്രതിസന്ധി വിഷയമാക്കിയാണ് അവസാനിക്കാത്ത ആകാശചതികൾ എന്ന പ്രമേയത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ ഉദ്ഘാടനം ചെയ്തു. ഷാർജയിൽ നടക്കുന്ന ആലപ്പുഴയോത്സവം സീസൺ 4-ന്റെ സംഘാടക സമിതിക്ക് രൂപം നൽകി. ജനറൽ കൺവീനറായി സഞ്ജ് രാജ് വലിയകുളങ്ങരയെ തെരഞ്ഞെടുത്തു. പ്രോഗ്രാം കൺവീനറായി മനീഷ് കുമാറിനെയും ഫിനാൻസ് കൺവീനറായി വിനു വിശ്വനാഥിനെയും തെരഞ്ഞെടുത്തു. ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 20-ന് ഷാർജ സഫാരി മാളിലാണ് ആലപ്പുഴയോത്സവം നടക്കുക. കുവൈത്തിലെ പ്രവാസികൾക്ക് നാട്ടിലെ കുടുംബങ്ങളോടൊപ്പം ഒരുമിച്ച് ഉംറ ചെയ്യാനുള്ള അവസരമൊരുക്കി KMCT. ഡിസംബറിലാണ് ഉംറ സംഘടിപ്പിക്കുന്നത്. ഉംറയുടെ ഫ്ലയർ പ്രകാശനം ഫ്രണ്ട് ലൈൻ കോർപ്പറേറ്റ് ഹാളിൽ നടന്നു. കോഴിക്കോട് നഗരത്തിന് യുനെസ്കോ സാഹിത്യ നഗരി അംഗീകാരം ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോഴിക്കോട് നിവാസികളുടെ കൂട്ടായ്മയായ KSK സലാലയിൽ ആഘോഷം സംഘടിപ്പിച്ചു. അഭിമാന സദസ്സ് എന്ന പേരിൽ മ്യൂസിക് ഹാളിലാണ് പരിപാടി നടന്നത്. KSK പ്രസിഡന്റ് ബാബു കുറ്റ്യാടി അധ്യക്ഷത വഹിച്ച പരിപാടി കോൺസുലർ ഏജന്റ് ഡോക്ടർ K സനാതനൻ ഉദ്ഘാടനം ചെയ്തു. സർഗവേദി കൺവീനർ സിനു കൃഷ്ണൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. എന്തുകൊണ്ട് യുനെസ്കോ സാഹിത്യ നഗരം കൊടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ 547ഓളം പുസ്തകശാലകൾ, 325ഓളം പ്രസാധകർ, എല്ലാ വർഷവും 200-ലധികം പുസ്തക പ്രകാശനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ പത്രമാസികകൾ, ദ്വൈവാരികകൾ, കൈയെഴുത്തു മാസികകൾ, അത് ആയിരക്കണക്കിനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട്, ഉറൂബ് MT എന്നിവരുടെ കൃതികളിലെ ഏതാനും ഭാഗങ്ങൾ ഡോക്ടർ ഷാജിദ്, ജമാൽ തീക്കുനി, അലാന ഫല്ല, ധനുഷ എന്നിവർ വായിച്ചു. മലയാള വിഭാഗം കൺവീനർ EP കർണൻ, വിവിധ സംഘടനാ ഭാരവാഹികളായ ബൈറ ജ്യോതിഷ്, ജാഫർ ഷെരീഫ്, AK പവിത്രൻ, റസൽ മുഹമ്മദ്, ഗംഗാധരൻ, അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു. തങ്ങൾ തിക്കോടി, സൽമാൻ തങ്ങൾ എന്നിവർ പാടിയ ബാബുക്കയുടെ പാട്ടുകൾ സദസ്സിന് വേറിട്ട അനുഭവമായി. ഇക്ബാൽ മത്തോട്ടത്തിൽ, രാജൻ നരിപ്പറ്റ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില. കുവൈത്ത് സിറ്റി കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 50 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 49 ഡിഗ്രി സെൽഷ്യസ്. ദുബായ് കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 46 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ഗൾഫ് നഗരങ്ങളിലെ കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 27 പൈസ, UAE ദിർഹം 22 രൂപ 74 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 94 പൈസ, ഒമാൻ റിയാൽ 217 രൂപ 17 പൈസ, കുവൈത്ത് ദിനാർ 273 രൂപ 36 പൈസ, ബഹ്റൈൻ ദിനാർ 221 രൂപ 79 പൈസ. കുവൈത്തിൽ അൽ മുസൈനി എക്സ്ചേഞ്ച് കമ്പനി സുലൈബിക്കാത്തിൽ പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തു. അൽ മുസൈനി എക്സ്ചേഞ്ച് കമ്പനിയുടെ 138ാമത് ശാഖയാണ് സുലൈബിക്കാത്തിൽ തുറന്നത്. കുവൈത്തിലെ പ്രീമിയർ മണി എക്സ്ചേഞ്ച് കമ്പനിയായ അൽമുസിനി എക്സ്ചേഞ്ച് പുതിയ ശാഖ ആരംഭിച്ചു. അൽമുസിനി എക്സ്ചേഞ്ച് കമ്പനി ജനറൽ മാനേജർ ഹ്യൂഗ് ഫെർണാണ്ടസ്, കമ്പനി ഡിപ്പാർട്ട്മെന്റ് മാനേജർമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് തൊട്ടടുത്ത് സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ശാഖ തുറന്നതെന്ന് കമ്പനി വക്താക്കൾ അറിയിച്ചു. പണം കൈമാറ്റം, വിദേശ കറൻസി വിനിമയം, ബിൽ പേയ്മെന്റുകൾ തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങൾ എളുപ്പത്തിലും സൗകര്യത്തിലും സുരക്ഷിതമായും മികച്ച മൂല്യത്തിലും നൽകുവാൻ കമ്പനി ശ്രദ്ധാലുക്കളാണ്. വിപണിയിൽ മുൻനിര സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് മികച്ച സാമ്പത്തിക സേവന അനുഭവം നൽകുകയും ചെയ്യുന്നു. രാജ്യത്തുടനീളമുള്ള ശാഖകൾക്ക് പുറമെ അൽമുസൈനി ആപ്ലിക്കേഷൻ വഴിയും സുരക്ഷിതവും ലളിതവുമായ സാമ്പത്തിക ഇടപാടുകൾ നടത്താം. മറ്റു നിരവധി സേവനങ്ങളും അൽമുസൈനി ആപ്ലിക്കേഷൻ വഴി ലഭ്യമാണ്. സേവനങ്ങളുമായി അൽമുസൈനി എപ്പോഴും ഉപഭോക്താക്കളുടെ സമീപത്തുണ്ടെന്നും കമ്പനി വക്താക്കൾ വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മീഡിയ സ്റ്റാർ ഇവിടെ പൂർണ്ണമാവുന്നു.